നമസ്കാരം. ബോക്സ് ഓഫീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോഹൻലാൽ രഞ്ജിത്ത് കൂട്ടുകെട്ടിന്റെ സ്പിരിറ്റ്, അമൽ നീരദിന്റെ ബാച്ചുലർ പാർട്ടി, ഹിന്ദി ചിത്രം ഫെരാരി കി സവാരി എന്നിവയാണ് പോയ വാരം തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തമുള്ള സിനിമ എന്ന രഞ്ജിത്തിന്റെ സ്പിരിറ്റ് അഭിപ്രായം സ്വന്തമാക്കിയപ്പോൾ ബാച്ചുലർ പാർട്ടി ആവേശം കെടുത്തുന്ന ആഘോഷങ്ങളിലേക്കാണ് കഥ പറഞ്ഞത്. 3 ഇഡിയറ്റ്സിന്റെ തുടർച്ച ആസ്വാദനത്തിൽ പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് ഭേദപ്പെട്ട കാഴ്ച മാത്രമായി ഫെരാരി കി സവാരി. ആഡംബര പ്രതീകമായി ഷോക്കേസിൽ പലതരം ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ നിറച്ചുവെച്ച നായകൻ രഘുനന്ദനെ കാണിക്കുന്ന ഒരു രംഗം സ്പിരിറ്റിലുണ്ട്. മദ്യം ആഘോഷ ആഹ്ലാദ ചിഹ്നമായി കാണുന്ന വർത്തമാന ചിന്തയ്ക്ക് നേരെയാണ് ഈ പരിഹാസം. സംവിധായകൻ എന്ന നിലയിൽ രഞ്ജിത്ത് സ്വയം സ്വീകരിച്ച സ്വാതന്ത്ര്യത്തിന്റെ തുടർച്ചയിലാണ് സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെയും കഥാഭൂമിക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന ഉപദേശം ക്രെഡിറ്റ് കാർഡിനൊപ്പം എഴുതിക്കാട്ടി കടമ തീർക്കുന്ന ചിത്രമല്ല സ്പിരിറ്റ്. അംഗീകരിക്കാനാകാത്ത നിലപാടുകളുടെ പ്രളയത്തിലും മദ്യത്തിന്റെ ദോഷവശങ്ങളെ വ്യക്തികേന്ദ്രീകൃതമായും സമൂഹ കേന്ദ്രീകൃതമായും അവതരിപ്പിക്കാൻ ഈ ചിത്രം ശ്രമിക്കുന്നു. ദൃശ്യ ആഖ്യാന ശൈലികളെ നിരാകരിച്ചു നീങ്ങുന്ന ന്യൂ ജനറേഷൻ സിനിമാ ശ്രമങ്ങൾ അഭിഹിത ബന്ധങ്ങളിലും നാഗരിക മോഹങ്ങളിലും വീർപ്പുമുട്ടുമ്പോൾ കാലികവും കനക്കൂടുതലുമുള്ള പ്രമേയം തിരഞ്ഞെടുക്കാൻ രഞ്ജിത്ത് ധൈര്യം കാട്ടാറുണ്ട്. ഭാര്യയെയും മകനെയും പിരിഞ്ഞ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ഏകാന്തവാസത്തിലാണ് മോഹൻലാലിന്റെ രഘുനന്ദൻ. ലഹരിയിൽ തുടങ്ങി ലഹരിയിൽ അവസാനിക്കുന്ന ദിനരാത്രങ്ങളാണ് ഇയാളുടേത്. വിവാഹമോചിതനാണ് രഘു. ആദ്യ ഭാര്യ മീരയും മകനും ഭർത്താവ് അലക്സിയും രഘുനന്ദന്റെ സൗഹൃദ വലയത്തിനുള്ളിലുണ്ട്. സ്പിരിറ്റ് എന്ന പേരിൽ ഇംഗ്ലീഷ് നോവലിന്റെ രചനയിലാണ് രഘു. ഷോ ദ സ്പിരിറ്റ് എന്ന ടെലിവിഷൻ ഷോയുടെ അവതാരകനും. രഘുനന്ദന്റെ മദ്യാസക്തിയുടെ ആഘോഷങ്ങളിലൂടെയാണ് സ്പിരിറ്റിന്റെ ആദ്യ പകുതി. ലഹരികളിൽ തളയ്ക്കപ്പെട്ട ജീവിതശൈലിക്കുള്ള ന്യായീകരണങ്ങൾ മറുചോദ്യം കൊണ്ട് തിരിച്ചടിക്കുമ്പോൾ രഘുനന്ദൻ സ്വീകരിക്കുന്ന നിർണായക നിലപാടുകളും അന്വേഷണങ്ങളുമാണ് കഥാന്ത്യത്തിലെത്തുമ്പോൾ സ്പിരിറ്റ്. ലഹരിയുടെ ഇരകളായവർക്ക് ഇരപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് സംവിധായകൻ. സാമൂഹ്യജീവി എന്ന നിലയിൽ രഞ്ജിത്ത് എന്ന സംവിധായകന്റെ തുറന്ന അഭിപ്രായങ്ങളും നിലപാടുകളും കൂടിയാണ് ചിത്രം. സിനിമയെ വിനോദോപാധി മാത്രമായി കാണുന്ന പ്രേക്ഷകർക്ക് ആസ്വാദന സമഗ്രതയിൽ ഗൗരവ സിനിമയുടെ സ്വഭാവമുണ്ട് സ്പിരിറ്റിലെന്ന് തോന്നലുണ്ടാക്കും. അതേസമയം അവതരണത്തിൽ രണ്ടാം പകുതിയിലെത്തുമ്പോൾ ഡോക്യു ഫിക്ഷൻ സ്വഭാവത്തിലെത്തുകയാണ് ചിത്രം. മോഹൻലാലിന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടന സാക്ഷ്യം കാഴ്ചയിൽ സ്പിരിറ്റിന്റെ വലിയ നീക്കിയിരുപ്പാണ്. കാഴ്ചക്കാരനിലേക്ക് കൂടി ഊർജം പ്രവഹിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെയാണ് രഘുനന്ദനായി മോഹൻലാൽ പകർന്നാട്ടം നടത്തിയത്. ഏതാണ്ട് സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളിലും മുഴുക്കുടിയനായി പ്രത്യക്ഷപ്പെടുന്ന അസാധാരണ മാനസിക ഘടനയുള്ള കഥാപാത്രം തന്നെയാണ് ആഖ്യാനത്തിലെ ഇടർച്ചകളിൽ പോലും സ്പിരിറ്റിന് കരുത്തു പകർന്നത്. ഫ്രെയിമിലെവിടെയോ മുഖം കാട്ടി മടങ്ങുന്ന പതിവുകാരൻ നന്ദുവിന് പ്ലംബർ മണിയൻ ശക്തമായ മേക്ക് ഓവറാണ്. അനായാസ ഭാവങ്ങളിൽ മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ കൊതിപ്പിക്കുന്ന ഇന്നലകളിലേക്ക് തിരികെ വിളിക്കുകയാണ് രഘുനന്ദൻ എന്ന കഥാപാത്രം. കഥാപാത്രത്തിന് യോജ്യമാകുന്ന ശരീരവഴക്കത്തിൽ ആകാരാഭിനയത്തിന്റെ സാക്ഷ്യം കൂടിയാണ് ലാലിന്റെ കഥാപാത്രം. ശങ്കർ രാമകൃഷ്ണൻ ആദ്യ അഭിനയത്തിന്റെ പതർച്ചകളില്ലാതെയാണ് അലക്സി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സിദ്ധാർത്ഥ് ഭരതൻ സമീർ എന്ന യുവകവിയായി കയ്യടി വാങ്ങുന്നു. മദ്യാസക്തിയെയും മദ്യപാനിയെയും ഇടത്തരക്കാരന്റെ കാഴ്ചയിൽ പകർത്തിയെടുക്കാൻ രഘുനന്ദനിലൂടെ രഞ്ജിത്ത് ശ്രമിച്ചപ്പോൾ സിനിമയുടെ രാഷ്ട്രീയത്തിൽ അഭിപ്രായ ഭിന്നത ശക്തമാകും. വാക്കുകളൊക്കെ പിറക്കുന്നതിൻ മുൻപ് പൂക്കും നിലാവിൽ കളിക്കാം. ഈ ചില്ലയിൽ നിന്ന് ഭൂമിതൻ കൗമാരകാലത്തിലേക്ക് പറക്കാം.
കുടുംബ വ്യവസ്ഥകളോടും സമൂഹത്തിന്റെ നിർബന്ധങ്ങളോടും മുഖം തിരിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ രഞ്ജിത്തിയൻ കാഴ്ചപ്പാടുകൾക്ക് തുടർച്ച തേടുന്നുവെന്നതും ന്യായീകരിക്കപ്പെടില്ല. എഫ് വാചക പ്രയോഗങ്ങളിലെ ന്യൂ ജനറേഷൻ ഐക്യദാർഢ്യം രഞ്ജിത്ത് എന്ന സംവിധായകന് ചേരുന്നില്ല. പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയും കയ്യൊപ്പും പ്രേക്ഷകരിൽ പതിഞ്ഞത് അനുഭവങ്ങളുടെ അരികു ചേർന്ന് വരച്ച ജീവിതരേഖയായതിനാലാണ്. സൗരമയൂഖങ്ങൾ മാത്രമുടുത്തു നാം ഈറൻ മഴക്കാടിനുള്ളിൽ. മന്ത്രിയുടെ വ്യഭിചാരം തുറന്നുകാട്ടുന്നയാൾ മദ്യപിച്ചിരുന്നെങ്കിൽ ബലാത്സംഗം ചെയ്തേനെയെന്ന് ആദ്യവാരിയോട് പറയുന്നതും സുഹൃത്തായ ക്യാപ്റ്റന്റെ വ്യഭിചാരത്തിന് പിന്തുണയേകുന്നതും നിലപാടുകളിലെ ഇരട്ടമുഖമായി അനുഭവപ്പെടുന്നു. സുരാജ് വെഞ്ഞാറമൂടിന്റെ മന്ത്രി, ഷോ ദ സ്പിരിറ്റ് റിയാലിറ്റി ഷോയിലെ ലാൽ, ഒളി ക്യാമറ ഓപ്പറേഷൻ എന്നിവ പ്രമേയ സഞ്ചാരത്തിന് ഗുണമേകുന്നില്ല. എവിടെയായിരുന്നു ഇത്രയും നാളെന്ന JPയുടെ ചോദ്യത്തിന് അച്യുതമേനോൻ നൽകിയ പൊട്ടിച്ചിരിയിൽ കുതിർന്ന മറുപടിയിലൂടെ തന്നിലെ പ്രതിഭയ്ക്ക് വിലക്കിട്ട വിഡ്ഢിത്തത്തോട് തിലകൻ എന്ന അഭിനയ പ്രതിഭയും കഥാപാത്രവും പ്രതികരിക്കുന്ന രംഗം ഇന്ത്യൻ റുപ്പിയിലുണ്ടായിരുന്നു. എന്നാൽ സ്പിരിറ്റിലെ മേസ്ത്രിയായ തിലകന് നിഴൽ കഥാപാത്രമാകേണ്ടി വന്നു. ഇന്ത്യൻ റുപ്പിക്ക് ശേഷം അതിമനോഹരമായ ഗാനങ്ങളിലേക്ക് പ്രേക്ഷകരെ ചേർത്തുവയ്ക്കുന്നുണ്ട് സ്പിരിറ്റിൽ ഷഹബാസ് അമൻ. ഈ ചില്ലയിൽ എന്ന ഗാനത്തിലൂടെ യേശുദാസിന്റെ നാദഗരിമ ഒരിക്കൽ കൂടി അനുഭവപ്പെടുന്നു പ്രേക്ഷകർക്ക്. ആഴങ്ങളിൽ വെച്ച് കൈകൾ കോർക്കാം, ജലപാതം പുതച്ചൊന്നു നിൽക്കാം. യുക്തിയോ രാഷ്ട്രീയമോ പരിഗണിക്കാത്ത ആസ്വാദനത്തിൽ മോഹൻലാലിന്റെ സമീപകാലത്തെ മികച്ച അഭിനയമുഹൂർത്തമുള്ള ചിത്രമെന്ന പ്രഥമ പരിഗണനയാണ് സ്പിരിറ്റിന് ലഭിക്കുക. ലഹരിയുടെ ലോകത്ത് ജീവിതം മറന്ന് യാത്ര ചെയ്യുന്നവർ ലഹരിയിലെ മരണത്തെ തിരിച്ചറിഞ്ഞ കുടുംബത്തെയും സമൂഹത്തെയും പരിഗണിച്ച് തുടർജീവിതത്തിന് ശ്രമിക്കുന്നുവെന്ന ശുഭസൂചനയും ചിത്രത്തിന്റെ നീക്കിയിരുപ്പാണ്. രഞ്ജിത്ത് എന്ന സംവിധായകനിൽ പ്രേക്ഷകർ അർപ്പിച്ച പ്രതീക്ഷ പൂർണ്ണതോതിൽ നിറവേറ്റുകയെന്നത് ഉത്തരവാദിത്വ കൂടുതലായി തന്നെ അദ്ദേഹം കാണേണ്ടിയിരിക്കുന്നു. പുറത്തിറങ്ങിയ